Hello. Hello. Good afternoon, ma'am. Good afternoon. Afternoon, Good ma'am. afternoon, ma'am. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. ഇത് ലെഫ്റ്റ് ആയല്ലോ. ഇപ്പൊ ട്രീസ ടീച്ചറിന്റെ ക്ലാസ് ആയിരുന്നില്ലേ അതെ മാം. എച്ചയുടെ? ഭക്ഷണമൊക്കെ കഴിച്ചോ എല്ലാവരും? കഴിച്ചു മാം. മാം കഴിച്ചില്ലേ? Ma'am. കഴിച്ചു. എന്തായാലും ബിനോയ് ഒന്നും മിണ്ടാതിരിക്കണേ. മിണ്ടണ്ടാന്ന് വിചാരിച്ചു അല്ലേ? വയ്യ മാഡം. എന്തു പറ്റി? പനിയും ഛർദിലും. ഓ, എനിക്ക് പനിയായിരുന്നു. ഇപ്പൊ ഒന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. മിനുവിന് എന്താ ബിനോയ്ക്ക് പനിയാന്ന് പറഞ്ഞപ്പോ ചിരി വന്നോ? മാം വീട്ടിലാണോ? ആ, വീട്ടിലാണ് അല്ലെ? ബിനോയ്ക്ക് പനി എന്ന് പറഞ്ഞപ്പോ ചിരി വന്നോ? പാവല്ലേ നമ്മുടെ ബിനോയ്. ഓരോ അസുഖങ്ങളാണെന്ന് പറയാറുണ്ട്, അതുകൊണ്ട് ചിരി വന്നതാ. അതാണ് ചിരി വന്നേന്ന് ബിനോയ്. കേട്ടോ തമാശേ? ഇത് സീരിയസ് ആണ് കേട്ടോ മീനു, അല്ലെ? കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലത്തും പനികളാണ്. മാമിന്റെ സൗണ്ടും വല്ലാതിരിക്കുക. എനിക്ക് സൗണ്ട് ഒന്നും ഉണ്ടായില്ല. ഇപ്പൊ ഒന്ന് റെഡിയായി വരണുള്ളൂ സൗണ്ടൊക്കെ. എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? ആരും പോയിട്ടില്ലാലോ? ലീവ് ചെയ്ത് പോയില്ലാലോ? ഇംഗ്ലീഷ് ക്ലാസ് അല്ലേ, കേൾക്കണ്ടെന്ന് വിചാരിച്ചു മാറി നിന്നിട്ടില്ലാലോ ആരും? അങ്ങനെയൊന്നും തോന്നാറില്ല അല്ലേ നിങ്ങൾക്ക്? അതെ ബിനോയ് വീട്ടിലാണ്. മാഡം എന്ന് വിളിച്ചില്ല, ടീച്ചറേന്ന് വിളിച്ചാലും മതി കേട്ടോ. എനിക്കതാണ് ഏറ്റവും ഇഷ്ടം. പത്തിരുപത്തിരണ്ട് വർഷമായിട്ട് ആ വിളിയാണ് കേട്ടോണ്ടിരിക്കണത്. അതുകൊണ്ടാണ് കേട്ടോ മാഡം എന്നൊക്കെ ഞാൻ ഇങ്ങനെ ഇപ്പോഴൊക്കെയാണ് ഇങ്ങനെ കേൾക്കുന്നത്. ടീച്ചറെ എന്ന് വിളിച്ചുള്ള വിളിയാണ് കേട്ട് കേട്ട് പരിചയമുള്ളത്. ഓക്കെ, അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ എടുത്തതെന്ന് ഓർക്കണുണ്ടോ? അഡ്ജക്റ്റീവ് ഓഫ് നമ്പർ. അഡ്ജക്റ്റീവ് ഓഫ് നമ്പർ. അഡ്ജക്റ്റീവ്സ് ഓഫ് നമ്പർ അല്ലേ? ബിനോയ് സംസാരിക്കണ്ട കേട്ടോ അധികം. കാരണം എന്താ വെച്ചാൽ വേറെ ആരെങ്കിലും പറയട്ടെ. ഇപ്പൊ ഉള്ളതുകൊണ്ടാണ് ശബ്ദം എടുക്കാൻ പറ്റില്ലാലോ. അഡ്ജക്റ്റീവ്സ് ഓഫ് നമ്പർ അല്ലേ? നമ്പർ ഓഫ് അഡ്ജക്റ്റീവ്സ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. ന്യൂമറൽ അഡ്ജക്റ്റീവ് അല്ലേ രേവതി? അതായിരുന്നില്ലേ ന്യൂമറൽ അഡ്ജക്റ്റീവ് ആയിരുന്നു എടുത്തത്? പറയാനെന്താ ഇത്ര വിഷമമായി പോയി? ഒന്നുമില്ല. അപ്പൊ ഞാൻ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ കുറച്ച് തുടങ്ങാട്ടോ നമ്മള്. ഓക്കെ, ഹരിക്കുട്ട എന്തു പറയണു? വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഹരിക്കുട്ടന്റെ?
ഹരിക്കുട്ടൻ ആ കേൾക്കുന്നുണ്ടോ? കേക്കുന്നുണ്ട്. ആ ഉണ്ട്. എന്തുണ്ട് വിശേഷം? കുഴപ്പമൊന്നുമില്ല. ഏഹ് സുഖമായിട്ടിരിക്കുന്നു. കുഴപ്പമൊന്നുമില്ല. സുഖമായിട്ടിരിക്കണോ? ആ ആ അതെ. ഞങ്ങക്ക് സന്തോഷം അത് കേൾക്കുമ്പോ. ആ താങ്ക് യു. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. കഴിഞ്ഞ ക്ലാസ്സില് ഞാൻ ന്യൂമറൽ അഡ്ജക്റ്റീവ്സിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. എന്നാൽ ന്യൂമറൽ അഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാല് എന്താണെന്നാണ് ആര്യ ഞാൻ പറഞ്ഞു തന്നത്? ന്യൂമറൽ അഡ്ജക്റ്റീവ്സിനെ കുറിച്ച് എന്ത് പറഞ്ഞു? The exact number of noun and pronoun. എക്സാക്ട് നമ്പർ ഓഫ് നൗൺ ആൻഡ് Pronoun. പ്രോനൗൺ അല്ലെ. Pronoun. അതായത് ഹൗ മച്ച് ഓഫ് എന്നുള്ളത് അല്ലെ, എത്രത്തോളം ഉണ്ട്, ഹൗ മച്ച് ഓഫ് അല്ലെ, ഹൗ മച്ച് ഓഫ് അല്ല ഹൗ മെനി അല്ലെ. ആ ഹൗ മെനി എന്നതിലാണ് അത് നിൽക്കുന്നത്. ന്യൂമറൽ അഡ്ജക്റ്റീവ്സ് എന്ന് ഡിസ്ക്രൈബ് ദ എക്സാക്ട് നമ്പർ ഓഫ് നൗൺസ്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് എന്താണ്, ഐ ഹാവ് 3 ബുക്സ്. ഐ ഹാവ് 3 ബുക്സ്. ഹീസ് 15 years old. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ആ 15 years old എന്ന് പറയുമ്പോ എത്ര വയസ്സാണ് ആ കുട്ടിക്ക് എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. എത്ര വയസ്സുണ്ട് ആ കുട്ടിക്ക്? 15 അല്ലെ. അപ്പോ ആ 15 എന്നുള്ളത് ആ ന്യൂമറൽ വെച്ചിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഐ ഹാവ് 3 ബുക്സ്. അതില് എത്ര ബുക്സ് അവിടെ ഉള്ളത്? 3 books. 3 ബുക്സ് അല്ലെ. അപ്പൊ ആ 3 എന്നുള്ളതിന്റെ ആൻസർ നമുക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞു. ഇതാണ് ന്യൂമറൽ അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അതൊക്കെ കഴിഞ്ഞല്ലോ. ന്യൂമറൽ അഡ്ജക്റ്റീവ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഡെമോൺസ്ട്രേറ്റീവ്. ഞാൻ സ്ലേറ്റ് എടുക്കുകയാണ്. അപ്പൊ എന്നെ ചിലപ്പോ കാണില്ല കേട്ടോ. കാണില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലേറ്റ് എടുക്കണോണ്ടാണ് കേട്ടോ. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ജോബി, ധന്യ? കുറച്ച് എന്റെ ഇവിടെ റേഞ്ച് ഒന്ന് പോയി, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഞാൻ എന്തേ സ്ലേറ്റ് എടുക്കാം. സ്ലേറ്റ് കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് ഒന്ന് പറയണം കേട്ടോ. കാണുന്നുണ്ടോ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സിനെ കുറിച്ചാണ്. ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവില് നമ്മള് കഴിഞ്ഞ ഒരു ക്ലാസ്സില് നമ്മൾ ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ പഠിച്ചില്ലേ? ഓർക്കുന്നില്ലേ ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗണിനെ കുറിച്ച് പഠിച്ചത്? ഓർക്കണില്ലേ എല്ലാവരും? ഉണ്ട് ടീച്ചറെ. ഉണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ ധന്യ
എന്താണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗണിൽ നമ്മൾ പഠിച്ചത്? ധന്യ, ധന്യ, എന്താണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗണിൽ നമ്മൾ പഠിച്ചത്? ഫാറും ക്ലോസും ഫാർ ആയിട്ടുള്ള വസ്തുക്കളെയും ക്ലോസ് ആയ നിയർ ആയിട്ടുള്ള വസ്തുക്കളെയൊക്കെ നമ്മൾ എന്ത് വെച്ചിട്ടാ അതിനാ ചെയ്തത്? അതന്നെ, വെരി ഗുഡ് കേട്ടോ. കേട്ടോ, ഫോർമീന്റെ അല്ലേ? അതായത് ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ, ദീസ് ആർ ദ വേർഡ്സ് ദാറ്റ് പോയിന്റ് ഔട്ട് എ പേഴ്സൺ, തിങ് ഓർ അനിമൽ അല്ലെ? അത് പോയിന്റ് ഔട്ട് ചെയ്യുന്നത് എന്തിനേക്കാണ്? ദാറ്റ്സ് പോയിന്റ് ഔട്ട് ഒരു വസ്തു ആയിക്കോട്ടെ, ഒരു പേഴ്സൺ ആയിക്കോട്ടെ, ഒരു അനിമൽ ആയിക്കോട്ടെ, ഇവയെല്ലാം അത് പോയിന്റ് ഔട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പോയിന്റ് ഔട്ട് ചൂണ്ടിക്കാട്ടുക അല്ലെ? ഇത് ഒരു ബുക്കാണ്, അതൊരു പേനയാണ്, അതൊരു സ്ത്രീയാണ്, ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാം? ഒരു പെൺകുട്ടിയാണ് അല്ലെ? അങ്ങനെയുള്ള രീതിയിലൊക്കെ നമുക്ക് ചൂണ്ടിക്കാട്ടുന്നു. അതൊരു വസ്തു ആയിക്കോട്ടെ, ഒരു പേഴ്സൺ ആയിക്കോട്ടെ, അനിമൽ ആയിക്കോട്ടെ, ഇതെല്ലാം അവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോ ഈ അഡ്ജക്റ്റീവ്സ് എപ്പോഴും എന്താണ്? ദ അഡ്ജക്റ്റീവ്സ് ഓൾവേസ് കംസ് ബിഫോർ ദ വേർഡ് ഇറ്റ് മോഡിഫൈസ് അല്ലെ? എപ്പോഴാ വന്നത്? ബിഫോർ അഡ്ജക്റ്റീവ്സ് അല്ലെ? അഡ്ജക്റ്റീവിന് മുന്നിലായിട്ടാണ് ആര് വരിക? ആരാണ് വന്നത്? അതന്നെ, ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ് അല്ലെ? ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് വരുന്നത് തെറ്റിപ്പോയില്ലേ ഞാനിവിടെ? ബിഫോർ വേർഡ് ആണ് കേട്ടോ. ഒരു വേർഡിന് മുന്നിലായിട്ടാണ് എന്ത് പറയുക? അഡ്ജക്റ്റീവ്സ് കംസ് ബിഫോർ ദ വേർഡ് കേട്ടോ. ബിഫോർ ദ വേർഡിന് മുന്നിലായിട്ടല്ലേ അഡ്ജക്റ്റീവ് വരിക അല്ലെ? വേർഡിന് മുന്നിലായിട്ട് എന്ത് വരുന്നു? ആ വേർഡിന് മുന്നിലായിട്ട് അഡ്ജക്റ്റീവ് വരുന്നു എന്നതാണ് ഇവിടെ. അപ്പൊ നൗൺ പ്രത്യേകമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യുന്നു. ദ അഡ്ജക്റ്റീവ്സ്, അതായത് ദീസ് അഡ്ജക്റ്റീവ്സ് ആണ്. അതായത് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവിനെ കുറിച്ചാണ് പറയുന്നത്. ആ ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് എന്തിനു മുന്നായിട്ട് വരുന്നു? ബിഫോർ ദാറ്റ് വേർഡ് അല്ലെ? വേർഡിന് മുന്നിലായിട്ട്, ബിഫോർ ഏത് വേർഡിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന് മുന്നിലായിട്ട് ഈ ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് വരുന്നു. അതായത് ദിസ് സോങ് ഈസ് മെലോഡിയസ്. This song is melodious അല്ലെ? അപ്പൊ ഇവിടെ വന്നേക്കുന്ന വെർബ് ഏതാണ്? വെർബ് ഏതാണ് ഇവിടെ? ഈസ് എന്ന വെർബ് അല്ലെ? നമ്മൾ ഉദ്ദേശിച്ച എന്ത് ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഇവിടെ? എന്താണ് ഉദ്ദേശിച്ചത് ഇവിടെ? സോങ് അല്ലെ? ആ പാട്ടാണ്, നൗൺ ആണ് പാട്ട് അല്ലെ? ആ നൗണിന് മുന്നിലായിട്ട് എന്ത് വന്നിരിക്കുന്നു? ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് വന്നിരിക്കുന്നു അല്ലെ? ദിസ് സോങ് ഇസ് മെലോഡിയസ് അല്ലെ എന്ന് പറഞ്ഞു. ഇനി പറഞ്ഞതാ മാഡം, പറഞ്ഞു ഇത് അതൊക്കെ പറഞ്ഞു അല്ലെ? അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ എല്ലാ കാര്യങ്ങളും. അപ്പൊ ദിസ്, ദാറ്റ് അല്ലെ, ദോസ്, ദീസ്, ഇതൊക്കെയാണ് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ഇൻട്രോഗേറ്റീവിലാണെങ്കിൽ എന്താ പറയുന്നത്? WH വേർഡ്സ് അല്ലേ? അപ്പൊ എന്തിനാണ് ഈ WH വേർഡ്സ് ഉപയോഗിക്കുന്നത്? അല്ലെ? ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് നിങ്ങൾക്കറിയാം അല്ലെ? ഇനി പൊസസീവിനെ കുറിച്ച് പറഞ്ഞോ. പൊസസീവ് പറഞ്ഞു അല്ലെ? അവിടെ ഹിസ്സും ഹെറും ദയറും അല്ലെ, യുവറും ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ പൊസസീവ് ആണ് അല്ലെ? സെന്റൻസിലുണ്ടെങ്കിൽ അത് പൊസസീവ് അഡ്ജക്റ്റീവ്സ് ആണ് കേട്ടോ. ഓക്കെ, ഇനി പുട്ട് ദ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പുട്ട് ദ adjectives
ഇൻ റൈറ്റ് ഓർഡർ. റൈറ്റ് ഓർഡറിലേക്ക് ആക്കാനുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഒരിക്കലും നിങ്ങളോട് എന്താണ് പൊസസീവ് അഡ്ജക്റ്റീവ്സ് എന്നോ ഡെമോൺസ്ട്രേറ്റ് അഡ്ജക്റ്റീവ്സ് എന്നോ അങ്ങനെയൊന്നും നിങ്ങളോട് ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കില്ല. നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഞാൻ എന്ത് പറഞ്ഞത്, ഇതിന്റെ ഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞു തന്നത്. കേട്ടോ? അഡ്ജക്റ്റീവ്സിന്റെ ഓരോ പാർട്ടിനെ കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കൊണ്ട് ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയായിരിക്കും. ആ ക്വസ്റ്റ്യനിൽ പുട്ട് ദ അഡ്ജക്റ്റീവ്സ് ഇൻ റൈറ്റ് ഓർഡർ. റൈറ്റ് ഓർഡറിലേക്ക് അഡ്ജക്റ്റീവ്സിനെ ചെയ്യണം അല്ലെ. അതിൽ അഡ്ജക്റ്റീവ്സിന്റെ റൈറ്റ് ഓർഡറിലേക്ക് വരുത്തണം. അതിന് അഡ്ജക്റ്റീവ്സിനെ റൈറ്റ് ഓർഡറിലേക്ക് ആക്കണമെങ്കിൽ ചില നിയമങ്ങളുണ്ട്. ഫസ്റ്റ്, ഡിറ്റർമിനർ. എന്താണ് ഡിറ്റർമിനർ എന്ന് പറയുന്നത്? ഡിറ്റർമിനർ അല്ലെ. ആ ഡിറ്റർമിനർ എന്താണ്? പഠിച്ചിട്ടുണ്ടല്ലോ ഡിറ്റർമിനർ എന്താണെന്ന്. പറയൂ കുഞ്ഞുങ്ങളെ, ഡിറ്റർമിനർ എന്താണ്? ടീച്ചറെ പറഞ്ഞോ. വെരി ഗുഡ്, വെരി ഗുഡ് കേട്ടാ. എ ആൻഡ് ദ ഇതൊക്കെയാണ് എന്ത് പറയുന്നത്, ഡിറ്റർമിനർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണെന്നറിയോ? രണ്ടാമതായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇവിടെ ഒപ്പീനിയൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഒപ്പീനിയൻ എന്ന് പറയുമ്പോ ഇത് നൈസ് ആണോ, ബ്യൂട്ടിഫുൾ ആണോ, ലവ്ലി ആണോ എന്നൊക്കെ നമ്മൾ പറയില്ലേ. സ്മോൾ ആണോ, ബിഗ് ആണോ എന്നൊക്കെ പറയൂലേ. മനസ്സിലായോ? മനസ്സിലാവണ്ടോ? ഒപ്പീനിയൻ എന്ന് പറയുന്നത് അല്ലെ. ഒപ്പീനിയൻ, നമ്മുടെ ഒപ്പീനിയൻ ഏത് വിധത്തിലും ആകാം. നൈസ് ആവാം, ലവ്ലി ആവാം, യെല്ലോയിഷ് ഓറഞ്ച് ആകാം, അങ്ങനെയൊക്കെ അല്ലെ. യെല്ലോയിഷ് ഓറഞ്ച് അല്ല, നമ്മള് എന്താണ് ബിഗ് ആണോ സ്മോൾ ആണോ അങ്ങനെയുള്ള തരത്തിൽ ടോളസ്റ്റ് ആണോ അങ്ങനെ വരുന്നതൊക്കെയാണ് നമ്മുടെ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ഇനി അതിന്റെ സൈസ് വേണമെങ്കിൽ ആ സൈസ് അവിടെ കൊടുത്തിട്ടുണ്ടാവും. അതിനുശേഷം വരുന്നത് ഏജ് എന്ന് വെച്ചാല് ഓൾഡ് ആണോ യങ് ആണോ എന്നൊക്കെ പറയും. ഇനി അഞ്ചാമത്തെ ഷേപ്പ്. 6 സൈസിലല്ലേ ബിഗോ സ്മോൾ എന്നൊക്കെ ഉള്ളത് വരും. സൈസില് ശരിയാണ് സൈസിൽ. ഓക്കെ, ശരിയാണത്. ഇനി ഷേപ്പ് അല്ലെ. പിന്നെ എന്താണ് കളർ അല്ലെ. കളറ്, അതിന്റെ കളറ് പറയും. അതിനുശേഷം വരുന്നത് ഒറിജിൻ. 8 ഏത് മെറ്റീരിയൽ കൊണ്ടാണ് എന്നുള്ളതൊക്കെ അവിടെ ഉണ്ടാവും. 9 അതിന്റെ പർപ്പസ്, അതുകൊണ്ടുള്ള ഒരു ഗുണം വേണ്ടേ, ആ പർപ്പസ്. ഇതൊക്കെയായിരിക്കും എന്ത് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് ഇത് എഴുതിയത്? എന്തിനാണ് ഞാൻ എന്ത് കണ്ടുപിടിക്കാനാണ്? അഡ്ജക്റ്റീവ് റൈറ്റ് ഓർഡറിലാണോന്ന് അറിയാൻ. റൈറ്റ് ഓർഡറിലാണോ എന്നുള്ളത് അല്ലെ. ഇങ്ങനെ ആയിരിക്കും എവിടെ വരുന്നത്, എക്സാമില് വരുന്നത് ഇതേപോലെ ആയിരിക്കും കേട്ടോ. നിങ്ങൾ നേരിട്ട് അഡ്ജക്റ്റീവ് ഇന്നത്തെ അഡ്ജക്റ്റീവ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. ചിലപ്പോ ഇങ്ങനെ വരും, ചിലപ്പോ അഡ്ജക്റ്റീവ് മാത്രം ആ സെന്റൻസിൽ അഡ്ജക്റ്റീവ് ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് വരും. അല്ലാതെ ഇങ്ങനെ ഓരോ തരത്തിലുമായിട്ട് എടുത്തെടുത്തൊന്നും ചോദിക്കില്ല. അപ്പോ എന്തൊക്കെയാണ് നമുക്കിവിടെ നോക്കേണ്ടത്? ഭിന്ന ഇല്ലേ അവിടെ? ഇല്ലേ? മേഘ ടീച്ചർ മേഘ ഒന്ന് വായിച്ചേ. എന്തൊക്കെയാണ് ഒരു അഡ്ജക്റ്റീവ് റൈറ്റ് ഓർഡറിലാക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ അറിയണം നമ്മള്? ഡിറ്റർമിനർ, സൈസ്, ഏജ്, ഷേപ്പ്, കളർ, മെറ്റീരിയൽ, പർപ്പസ്. ഇത്രയും കാര്യങ്ങൾ അല്ലെ. അപ്പോ DOSAS അല്ലെ. അപ്പൊ ഇത് വായിക്കുമ്പോ എന്ത് വായിക്കണം?
DOSAS. COMP. ദോശാസ് കമ്പനി കേട്ടോ. ദോശാസ് കമ്പനി എന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഓർത്ത് വെക്കൂലേ? ഇതെന്താ ആരും ഒന്നും മിണ്ടാത്ത എന്താണ്? എല്ലാവരും എന്നാ ഉറക്കമാണോ എല്ലാവരും? അല്ല മിസ്സേ. നല്ല ടീച്ചറെ. ബിനോയ് കേട്ടിരുന്നോളൂ കേട്ടോ. ഞാൻ പറയുന്നത് മനസ്സിലാവണുണ്ടോ? എന്റെ സൗണ്ട് ഒക്കെ പോയിരിക്കണം, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. പറയുന്നത് മനസ്സിലാവണുണ്ടോ? ഇല്ലെങ്കിൽ ഇല്ലാന്ന് തന്നെ പറയണം. വളരെ സത്യസന്ധമായിട്ട് പറയണം. ടീച്ചറെ എനിക്ക് മനസ്സിലായിട്ടില്ല, ഒന്നുകൂടി പറഞ്ഞു തന്നോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു തരും തീർച്ചയായിട്ടും. അതിലൊരു വിഷമവും നിങ്ങൾ വിചാരിക്കണ്ട കേട്ടോ. സിൻഡോന് എന്തെങ്കിലും പറയാനുണ്ടോ എന്നോട്? ഇല്ല, മനസ്സിലാവുന്നുണ്ട് ടീച്ചർ. മനസ്സിലാവണുണ്ട് അല്ലെ? ഇനി എന്താണ് നിങ്ങൾ എന്താണ് ഒരു സന്തോഷം വരണില്ലല്ലോ ആർക്കും. എല്ലാവരും ഇങ്ങനെ തൂങ്ങി പിടിച്ച് ഓരോ സ്ഥലത്തിരിപ്പുണ്ട്. വയ്യായിക ഉണ്ട്, അത് മനസ്സിലായി. എനിക്കുണ്ട് വയ്യായിക, എന്നാലും ഞാൻ എനർജറ്റിക് ആണെന്ന് നിങ്ങക്ക് തോന്നുന്നില്ലേ? അപ്പൊ നിങ്ങൾ എനർജറ്റിക് ആയിരിക്കണ്ടേ കുട്ടികളെ? എനർജറ്റിക് ആണ് ടീച്ചർ. എനർജറ്റിക് ആണ് നിങ്ങള്. നാളെ മുതൽ ബൂസ്റ്റ് വിതരണം ചെയ്യുന്നതാണ് നമ്മുടെ ഗ്രൂപ്പില്, നമ്മുടെ ക്ലാസ്സില്. എല്ലാവരും എനർജറ്റിക് ആയിരിക്കാൻ അല്ലെ? ബൂസ്റ്റ് ഇസ് എ സീക്രട്ട് ഓഫ് മൈ എനർജി. ഫസീലക്ക് ഇഷ്ടായില്ല ബൂസ്റ്റ് കൊടുക്കാൻ പോണത്? എന്ത് ഫസീലെ? ടീച്ചറ് കുഴപ്പമൊന്നുമില്ല. ഓക്കെ. എനിക്കേ എല്ലാവരും ഇങ്ങനെ മൂഡ് ഔട്ട് ആയിട്ടിരിക്കണ പോലെ ഒരു ഫീലിംഗ് വന്നു, അതുകൊണ്ടാട്ടോ ഞാൻ ചോദിച്ചത് കേട്ടോ ഫസീല. മനസ്സിലായി ടീച്ചറെ. ഞാൻ ഉണ്ടായില്ല, അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. അതാ ഞാൻ മിണ്ടാതിരുന്നത്. അതെ അല്ലെ, ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല അല്ലെ? എക്സാം ഉണ്ടായില്ല, അപ്പൊ ക്ലാസ് പെൻഡിങ്. അത് കണ്ടില്ല. കണ്ടില്ല. അത് ശരി, കണ്ടില്ല അല്ലെ? കണ്ടോളാം മിസ്സേ, സമയം കിട്ടിയില്ല. അതാ എക്സാം കഴിഞ്ഞതേ ഉള്ളൂ. അതല്ലേ, കുഴപ്പമില്ല, കണ്ടാ മതി കേട്ടോ. ഓക്കെ മിസ്. അതിനാ ഞാൻ വീണ്ടും സ്ലേറ്റിലേക്ക് തന്നെ പോവുകയാണ് കേട്ടോ. ഡിറ്റർമിന് ഒപ്പീനിയൻ, സൈസ്, ഏജ്, ഷേപ്പ്, കളറ്, ഒറിജിൻ, മെറ്റീരിയൽ, പർപ്പസ് അല്ലെ? ഈ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അതിനെ അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ ഞാൻ തന്നെ ഉദാഹരണം ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഇങ്ങനെ എ നൈസ്, കോമ, സ്റ്റോൺ, കോമ, ഓൾഡ്. രണ്ടാമത്തെ എ നൈസ്, ഓൾഡ്, സ്റ്റോൺ. മൂന്നാമത്തെ എ സ്റ്റോൺ, ഓൾഡ്, നൈസ്. 4 an old, nice stone. അപ്പോ നമ്മൾ തന്നിരിക്കുന്ന DOSASCOMP അല്ലേ? ഇങ്ങനെയല്ലേ പറഞ്ഞത്? ഡി എന്തിനെ സൂചിപ്പിക്കുന്നു? ഡി എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഡിറ്റർമിനർ. ഡിറ്റർമിനർ. ഓ എന്താണ്?
ഒപ്പീനിയൻ. എസ് എന്താണ്? സൈസ് സൈസ്. എ എന്താണ്? ഏജ് ഏജ്. വീണ്ടും ഒരു എസ് വന്നിട്ടുണ്ട്. ആ എസ് എന്താണ്? സി എന്താണ്? സി കളർ കളർ. ഓ എന്താണ്? ഒറിജിൻ എം എന്താണ്? മെറ്റീരിയൽ പി. ഇത് വെച്ചിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ആൻസർ ഒന്ന് കണ്ടെത്തി നോക്കിയേ. ആരും ഒന്നും പറയണ്ട, ഞാൻ മെസ്സേജ് ഇട്ടോളാൻ പറയാം. ഏതാണ് കറക്റ്റ് ആൻസർ എഴുതിയെന്നുള്ളത്, 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ എന്നുള്ളത് എന്താ ചെയ്യാ, നിങ്ങൾ മെസ്സേജ് ചെയ്യുക. തെറ്റിക്കഴിഞ്ഞ് ഞാൻ പറഞ്ഞു തന്നോളാട്ടോ. കേട്ടോ? തെറ്റിക്കഴിഞ്ഞാലും ഞാൻ പറഞ്ഞു തന്നോളാം. നിങ്ങളിപ്പൊ കണ്ടുപിടിച്ച് എഴുതുക. വല്ലതും പിടിയിട്ടുണ്ടോ മക്കളെ? എന്തെങ്കിലും മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ട്. മനസ്സിലായി. എന്നാ ഒരു കാര്യം ചെയ്തേ, അവരവരെ എഴുതിയതിന്റെ ആൻസർ ഒന്നിട്ടെ. ഗീതു സെക്കൻഡ് എന്നാണെന്ന് പറയുന്നത്. സെക്കൻഡ്. ഓക്കെ. സെക്കൻഡ്. രേവതി, ആര്യ സെക്കൻഡ്. ഓക്കെ. 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 ഹരിക്കുട്ടൻ, വിജി. ഓക്കെ. സെക്കൻഡ്. ഓക്കെ. തസ്നീം സെക്കൻഡ്. ഫസീല സെക്കൻഡ്. ഓക്കെ. ഫെമി സെക്കൻഡ്. സിൻഡോ സെക്കൻഡ്. ഓക്കെ. അയന ജോർജ്, അനൂപ് കുമാർ സെക്കൻഡ്. ഓക്കെ അല്ലെ? കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. എല്ലാവരും പറഞ്ഞത് കറക്റ്റ് ആണ്. കാരണം എന്താണ്, സെക്കൻഡ് ആൻസർ കറക്റ്റ് ആവാനുള്ള എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവുമല്ലോ. എന്താണ് കാര്യം? ഇത് ഒരാള് പറയുമ്പോ ഒരാള് നമ്മളോട് ഒരാൾ മാത്രമായിട്ട് പറയും. നാസിന പറയൂ. നാസിന പറഞ്ഞോളൂ. എന്താണ് അവിടെ ആൻസർ? സെക്കൻഡ് ആണ് ആൻസർ എന്ന് പറഞ്ഞു. അത് കറക്റ്റ് ആൻസർ അതാണ്. എന്തുകൊണ്ട് കറക്റ്റ് ആൻസർ ആയിട്ട് അത് വന്നു? അത് ഫസ്റ്റ് ഡിറ്റർമിനർ എ വന്നിട്ടുണ്ട്. സെക്കൻഡ് അതിന് ഒപ്പീനിയൻ ആയിട്ട് നൈസ് എന്നുള്ളത് വന്നിട്ടുള്ളത് കൊണ്ട്, പിന്നീട് ഓൾഡ് എന്നുള്ളത് അത് സൈസിലൊക്കെ തന്നെ വരുന്നതല്ലേ? സൈസ് അല്ല, അതിന്റെ ഏജ് ആണ്. സൈസ് ഇവിടെ പറഞ്ഞിട്ടില്ല അല്ലെ? ഏജിലാണ് ഓൾഡ് എന്നുള്ളത് വരുന്നത്. പിന്നെ മെറ്റീരിയൽ സ്റ്റോൺ എന്നത് അതിന്റെ ഒരു ഷേപ്പ് ആണ് അല്ലെ? ഷേപ്പാണ്. അതുകൊണ്ട് തോന്നുന്നുള്ളത് ഷേപ്പിലാണ് വരുന്നത്.
സ്റ്റോൺ ഷേപ്പ് അല്ല, ഷേപ്പ് ഈ റെക്ടാങ്കുലർ സർക്കിൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഷേപ്പ് വന്നത്. കളറ് അതിന്റെ ഒറിജിൻ ആണ്. ഒറിജിൻ കേട്ടോ. ഒറിജിനൽ അല്ലേ? ആ, ഒറിജിനോ അല്ലെങ്കിൽ മെറ്റീരിയലോ ഒക്കെ ആവാം. ഏത് ആ മെറ്റീരിയൽ ആണെന്നുള്ളത് വരാം കേട്ടോ. ആ ആ ഓക്കെ. അപ്പോ അതെന്താണ്? അപ്പൊ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് സെക്കൻഡ് വൺ ആണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് വരട്ടെ. അടുത്തത് തരാം കേട്ടോ. അടുത്തത് ഇതേപോലെ തന്നെ നിങ്ങള് അറേഞ്ച് ചെയ്യണേ. ഓക്കെ, എഴുതിക്കോ എല്ലാവരും. ആരെങ്കിലും ഒരാള് ഞാൻ പറയാം. ജിൻഡു 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 ആരാണ്? ജിൻഡു ആണോ ജിൻഡു ആണോ? എൽസ എവിടെ? എൽസ 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 ഹരിക്കുട്ടൻ ഹരിക്കുട്ടൻ ആ ആ, കേക്കാൻ ഒന്ന് അറേഞ്ച് ചെയ്തേ ഹരിക്കുട്ട. ഒരു മിനിറ്റ് എഴുതിക്കോട്ടെ. എ ഹരിക്കുട്ട, നമ്മളിവിടെ വല്ല നൗൺ ഉണ്ടോ? ഏതാ? നൗൺ കഴിഞ്ഞിട്ട് നോക്കിയാ മതി ബാക്കി. നൗൺ എന്താ ഹരിക്കുട്ട ഇവിടെ? ആ ഡിറ്റർമിനർ ആണ്. അത് സമ്മതിച്ചു, ഞാൻ സമ്മതിച്ചു. ഇവിടെ ഒരു സെന്റൻസ് തുടങ്ങുമ്പോ ഇവിടെ തന്നേക്കണ അനുസരിച്ച് നമുക്ക് ഇവിടെ നൗൺ ഉണ്ട്, വെർബും ഉണ്ട് അല്ലേ ഇവിടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് ഉപയോഗിക്കാം. മനസ്സിലായില്ല. എന്തായാലും ഒരു സെന്റൻസ് തുടങ്ങുമ്പോ അങ്ങനെയല്ലേ തുടങ്ങുള്ളൂ. ആ, ഇവിടെ നൗൺ ആയിട്ട് വന്നിരിക്കുന്നത് ഹരിക്കുട്ട. ഇവിടെ ആരാണ് നൗൺ? ഇവിടെ ഷീ ഉണ്ടല്ലേ പ്രോനൗൺ ആയിട്ട്. ആ, പിന്നെ വെർബില്ലേ ഇവിടെ? വെർബ് എവിടെ ഒളിച്ചിരിക്കണ? വെർബ് കണ്ടുപിടിക്കുക ഹരിക്കൂട്ട, കണ്ടുപിടിക്കുക ഒളിച്ചിരിക്കുന്ന വെർബിന്റെ. വേഗാവട്ടെ. ഈസ് ആണോന്നല്ല, ആണ്. ഷീ ഈസ്. ഇനി ഡിറ്റർമിനർ അങ്ങനെ ചേർത്തോടിക്കോ. ലവ്ലി. ഷീസ് എ ലവ്ലി. എന്നിട്ട് എന്ത് വേണമെന്നാ പറഞ്ഞത്? സൈസ് ഇല്ല, ഏജ് ഇല്ല, ഷേപ്പ് ഇല്ല അല്ലേ? വേണ്ട, അവരെ വിട്ടേക്ക്. പിന്നെ വരുന്ന ആരാണ്? കളറ്. ആ, ബ്ലാക്ക്. എന്ത് കളറാ? ബ്ലാക്ക്. ബ്ലാക്ക്. ഒറിജിനെന്താ? ബ്രിട്ടീഷ് വുമണാണോ? ആ, ബ്രിട്ടീഷ് വുമൺ ആണോന്നല്ല, ആണ് കേട്ടോ. എവിടെ ഉറപ്പിക്കണം കേട്ടോ. കേട്ടാ ഹരിക്കുട്ടാ? കേട്ടിടിച്ചോട്ടെ. അപ്പൊ ഒന്ന് വായിച്ചേ ഹരിക്കുട്ട. ഞാൻ സെന്റൻസ് ഒന്ന് കറക്റ്റ് ചെയ്ത് വായിച്ചേ. ബ്ലാക്ക് ബ്രിട്ടീഷ്. വെരി ഗുഡ്. അടുത്ത തരാം. ഇത് നിങ്ങളെല്ലാവരും കണ്ടുപിടിച്ചിട്ട് എന്നോട് ആൻസർ പറയണേ. ഞാൻ ചോദിക്കണ ആള് ഒന്ന് ആൻസർ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ തന്നെ കണ്ടുപിടിക്കാം.
ഇതിനകത്ത് ഏതാണ് കറക്റ്റ് ആൻസർ? രേഷ്മേ, രേഷ്മല്ല, റോഷിനി, 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 ആരും മിണ്ടാത്ത ധന്യ, ധന്യ, ഇവിടെ ഉണ്ടോ? ധന്യ, ഒന്ന് ആൻസർ ഒന്ന് പറഞ്ഞു തന്നെ ടീച്ചർക്ക്. Anjali heard a nice yellow bow in her ear yesterday. എന്താണ്? A nice yellow bow. നൈസ് യെല്ലോ ബോ. എങ്ങനെ കിട്ടിയ ആൻസർ? അത് കറക്റ്റ് ആണെന്ന് എങ്ങനെ? Nice determiner കഴിഞ്ഞ് കളറ്, അത് കഴിഞ്ഞ് മെറ്റീരിയലും. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ മനസ്സിലായില്ലേ? ഇപ്പൊ മനസ്സിലായോ? ഫസ്ന, 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 ഫസ്നേ, പറയൂ, ഇതിനകത്ത് ഏതാണ് കറക്റ്റ്? Small white cat. She lost a small white cat. ഓക്കെ, സ്മോൾ വൈറ്റ് കാറ്റ്. ഇനി ഇതിൽ ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ ഞാൻ ഈ തന്ന എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ? ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? എല്ലാവർക്കും മനസ്സിലായി അല്ലേ? ഓക്കെ അല്ലേ? ഞാൻ അടുത്തയിലേക്ക് പോവേട്ടോ. പോട്ടെ? ഓക്കെ ടീച്ചറെ. ഓക്കെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് വെർബിനെ കുറിച്ചാണ്. വെർബ്. വെർബ് എന്നത് നിങ്ങൾ എന്താണ് വെർബ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? വാട്ട് ഈസ് വെർബ്? പഠിച്ചിട്ടുണ്ടല്ലോ. ചെയ്യുന്ന പ്രവൃത്തി, ക്രിയ, പ്രവൃത്തി. ക്രിയ അല്ലെ? അതായത് ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി. ദാറ്റ് ഷോസ് ആക്ഷൻ അല്ലെ? ഇത്രയും നമ്മള് വെർബ് എന്നതുകൊണ്ട് നമ്മൾ ഇത്രയും നാൾ പഠിച്ചത് ദാറ്റ് ഷോസ് അല്ലെ? ഷോസ് ആക്ഷൻ അല്ലെ? ഷോസ് ആൻ ആക്ഷൻ അല്ലെ? ഒരു എന്തിനെ കുറിച്ച് മാത്രം കാണിക്കുന്നു? പ്രവൃത്തി അല്ലെ? ഒരു നൗൺ എന്താണോ ചെയ്യുന്നത്, ആ ചെയ്യുന്നതിന്റെ ആ പ്രവൃത്തി എന്താണോ, നൗൺ ചെയ്യുന്ന പ്രവൃത്തി എന്താണോ, ആ പ്രവൃത്തിയാണ് വെർബ് എന്ന് പറയുന്നത്. A verb is a word that shows an action or state of being. State of being. എന്തുകൂടിയാണ് വെർബ് എന്ന് പറയുന്നത്? വെർബ് it also indicate the state of being അല്ലെ? That's noun അല്ലെ? ആ നൗണിന്റെ സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിനെയും എന്ത് കാണിക്കുന്നുണ്ട്? വെർബ് കാണിക്കുന്നു. എന്താണ് സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്ന് പറയുമ്പോൾ? എന്തായിരിക്കാം അതുകൊണ്ട് സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കാം? നമ്മള്
ഒരു പ്രവൃത്തി ചെയ്യുമ്പോ ആ ടൈമിൽ നമ്മൾ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ആളുടെ ഒരു പ്രസൻസ് കാണിക്കുന്നത്. നമ്മൾ പ്രവൃത്തി ചെയ്യുന്നു, ആ പ്രവൃത്തിയെ നമ്മളിവിടെ കാണിക്കുമ്പോ എന്താണ് എന്താണ് ഐ ആം റണ്ണിങ് അല്ലെ, ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇവിടെ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? റണ്ണിങ്. റണ്ണിങ് അല്ലെ. ദാറ്റ് ഇസ് മൈ ആക്ഷൻ അല്ലെ. ഇതാണ് എന്റെ ആക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. റണ്ണിങ്. നൗ ഐ ആം അല്ലെ, തുടർന്നുകൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂസ് അല്ലെ. കണ്ടിന്യൂസ് ഇപ്പോഴും എന്താണ്? പ്രസന്റിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അല്ലെ. പ്രസന്റ് ആയിട്ട് ആ സംഭവം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അല്ലെ. അതാണ് എന്താണ് റണ്ണിങ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്ന് പറയുന്നത് ഞാൻ പറയാണ് ഷീ ഈസ് എ ഗേൾ. ഷീ ഈസ് എ ഗേൾ അല്ലെ. അവളുടെ സ്റ്റേറ്റ് എന്താണ്? അവളുടെ അവസ്ഥ എന്താണ്? ആ അവസ്ഥയെ കാണിക്കുമ്പോ ഷീ ഈസ് എ ഗേൾ അല്ലെ. അല്ലെങ്കിൽ റാം ഈസ് എ ബോയ് അല്ലെ. റാം ഈസ് എ ബോയ് എന്ന് പറയുമ്പോഴേ റാം ആരാണ്? റാം ഒരു ആൺകുട്ടിയാണ് അല്ലെ. ഹി ഈസ് ഹംഗ്രി, അവന് വിശപ്പുണ്ട് അല്ലെ, വിശക്കുന്നു അല്ലെ, വിശക്കാണ്. അപ്പൊ അവന്റെ സ്റ്റേറ്റ് ഓഫ് ബീയിങ്, അവന്റെ അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോ ഹി ഈസ് ഹംഗ്രി അല്ലെ. അവൻ എന്താണ്? വിശക്കുന്നു അല്ലെ. അപ്പോ ആണ്, ആയിരുന്നു, ആയിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങില് വരുന്നത് അല്ലെ. അവനൊരു ആൺകുട്ടിയാണ് അല്ലെ, അവന് എന്താണ്, അവന് നല്ല വിശപ്പുണ്ട് അല്ലെ. ആയിരുന്നു, അല്ലെങ്കിൽ അവനൊരു എന്താണ് സ്റ്റുഡന്റ് ആയിരുന്നു, ഇനി അവൻ ഓടിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ചാടിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്ന സമയത്തൊക്കെ നമുക്ക് എന്താണ്, നമുക്ക് അവൻ എന്തിന്റെ സ്റ്റേറ്റ് ഓഫ് ബീയിങ്, അവൻ എന്താണ് ഇപ്പോൾ നിലവിൽ എന്താണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവനെ കുറിച്ച് എന്താണോ നമുക്ക് പറയാനുള്ളത്, അതാണ് that is called as state of being അല്ലേ. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. ഇനി ഈ വെർബിനെ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. വെർബിനെ രണ്ടായിട്ട് തരംതിരിക്കുന്നു. ഫസ്റ്റ് ഈസ് മെയിൻ വെർബ് and the second is auxiliary. അപ്പോ വെർബിനെ എത്രയായിട്ട് തരംതിരിച്ചിരിക്കുന്നു? മെയിൻ വെർബ് എന്നും ഓക്സിലറി വെർബ് എന്നും രണ്ടായിട്ട് തരംതിരിച്ചിരുന്നു. Here the verb is distinguished into two. The first is main and the second is auxiliary അല്ലെ. ഈ മെയിൻ വെർബ് എന്ന് പറയുമ്പോൾ മെയിൻ വെർബ് എന്ന് വെച്ചാൽ all actions are including in this main verb അല്ലെ. all actions, nouns, all actions including in main verb. Run, walk, kick, dance, all actions are including this main verb. But in the auxiliary verb is 25 types of auxiliary verbs are including in English. That is, are, am അല്ലെ, ബി. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? ഓക്സിലറി വെർബുകൾ എന്ന് പറയുന്നത്. അത് പിന്നെ വരുന്നുണ്ട് കേട്ടോ. ഓക്സിലറി വെർബിന്റെ കാര്യത്തില് ഞാൻ പറഞ്ഞോളാം അത്. അപ്പോ മെയിൻ വെർബ് എന്താണെന്ന് മനസ്സിലായല്ലോ എല്ലാവർക്കും? മെയിൻ വെർബിൽ എന്താ വരുന്നത്? മെയിൻ വെർബിൽ വരുന്നത് എന്താണ്? all actions including in this main verb അല്ലെ. മെയിൻ വെർബിലാണ് എല്ലാ ആക്ഷൻസും വരുന്നത്, അത് ഓർക്കുക. അപ്പൊ വെർബ് എന്താണ്? വെർബ് എന്ന് വെച്ചാൽ what is a verb? Verb is the action അല്ലെ. അതെ, now an action or state of being കേട്ടോ. state of being എന്ന് നിങ്ങൾ പറയണം കേട്ടോ. And this is distributed into main and auxiliary, and the main verb again distinguished as transitive and intransitive verb.
അപ്പൊ മെയിൻ വെർബിനെ വീണ്ടും എന്ത് ചെയ്യുന്നു? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഫസ്റ്റ് ഇസ് ട്രാൻസിറ്റീവ് ആൻഡ് intransitive verb അല്ലെ. That is transitive verb means it always takes an object. Takes an object. അതിൽ എപ്പോഴും എന്തുണ്ടായിരിക്കും? ഒരു ഒബ്ജക്റ്റ് പ്രസന്റ് ആയിരിക്കും അല്ലെ. ആ ഒബ്ജക്റ്റ് ഇല്ലാതെ ആ ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആകുകയുമില്ല. അതിനാണ് ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. എന്നാൽ intransitive verb that does not takes object, അവിടെ എന്തെടുക്കുന്നില്ല? ഒബ്ജക്റ്റിന് വേണ്ട. ഒബ്ജക്റ്റ് ഇല്ലാതെ തന്നെ നമുക്ക് കാര്യം മനസ്സിലാവും അല്ലെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് എസ് പ്ലസ് വി പ്ലസ് ഓ അല്ലെ. ഈ എസ് പ്ലസ് വി ആയിരിക്കുള്ളൂ എന്തില്? ട്രാൻസിറ്റീവ് വെർബിൽ. എങ്കിലും നമുക്കൊന്നും മനസ്സിലാവില്ല കേട്ടോ. ഇപ്പൊ പറയണ് ഐ കോട്ട് എന്ന് പറഞ്ഞു. ഇവിടെ എന്തൊക്കെയാ ഉള്ളു? ഐ കോട്ട് എന്ന് പറഞ്ഞപ്പോഴ് സബ്ജക്റ്റും വെർബും മാത്രമേ ഇവിടെ ഉള്ളൂ അല്ലെ. അതുകൊണ്ട് ഈ സെന്റൻസ് കംപ്ലീറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നെവർ അല്ലെ. we can never say like this is right complete sentence. It is a meaningful sentence because I caught അല്ലെ. This sentence we can't get any meaning അല്ലെ. which അല്ലെ. എന്താണ്? ഏതാണ്? I caught എന്ന് പറഞ്ഞു. എന്ത്? what I caught അല്ലെ. what he caught. അവൻ എന്ത് പിടിച്ചു? എന്താ പിടിച്ചത്? ഉത്തരവുണ്ടോ ഇവിടെ? ഇല്ല. This is incomplete അല്ലെ. Is this incomplete? Yes അല്ലെ. Then I wrote that the ball അല്ലെ. I caught the ball അല്ലെ. Then is the sentence is incomplete or complete? That gives meaningful meaning. That gives do we get any meaning from this complete meaning from the sentence? Yes. കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? Do you get any meaning from this sentence? കിട്ടുന്നുണ്ട് അല്ലെ. So this sentence is complete അല്ലെ. ആ ഓ എന്നുള്ളത് കൂടി ഒബ്ജക്റ്റ് എന്ന് കൂടി വന്നപ്പോ മാത്രമാണ് the sentence എന്ന് പറയുന്നത്. The sentence completed അല്ലെ. ആ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്തു അല്ലെ. എന്നാൽ ഇൻട്രാൻസിറ്റീവില് വരുമ്പോ എന്ത് സംഭവിക്കും? ഇൻട്രാൻസിറ്റീവിലേക്ക് വരുമ്പോൾ the old man laughed loudly. അവിടെ എന്തിന്റെ ആവശ്യമില്ല? ഡസ് നോട്ട് ടേക്സ് ഒബ്ജക്റ്റ് അല്ലെ. അവിടെ എന്തെടുക്കേണ്ട ആവശ്യമില്ല? ഒബ്ജക്റ്റിന്റെ ആവശ്യമില്ല അല്ലെ ഇൻട്രാൻസിറ്റീവില് അല്ലെ. ഇവിടെ ഇൻട്രാൻസിറ്റീവ് ആയിട്ട് നിൽക്കുന്നത് എന്താണ്? ഇൻട്രാൻസിറ്റീവ് വെർബായിട്ട് നിൽക്കുന്നത് ആരാണ്? ലാഫ്ഡ് അല്ലെ. ചിരിച്ചു അല്ലെ. ഉറക്കെ ചിരിച്ചു എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഉറക്കെ എന്ന് പറയുന്നതാണ് ആഡ്വർബ് എന്ന് പറയുന്നത്. അപ്പൊ ആഡ്വർബിന്റെ തൊട്ട് മുന്നിലായിട്ടുള്ള ലോഫ്റ്റ് ആണ് എന്ന് പറയുന്നത് ഇവിടെ വെർബായിട്ട് വരുന്നത്. ആ വെർബ് ഇൻട്രാൻസിറ്റീവ് വെർബാണ് അല്ലെ. ആ സെന്റൻസ് ഒന്ന് കംപ്ലീറ്റ് വായിച്ചു നോക്കിയേ. വായിച്ചോ എല്ലാവരും? അപ്പോ ഈ ഒബ്ജക്റ്റ് മെൻഷൻ ചെയ്യാതെ തന്നെ ആ സെന്റൻസ് മീനിങ് ആണ് അല്ലെ. ഒബ്ജക്റ്റ് ഇവിടെ ഒബ്ജക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടോ ഇവിടെ? ഇല്ല അല്ലെ. ഇറ്റ്സ് നോട്ട് മെൻഷൻഡ് എനി ഒബ്ജക്റ്റ് ഇൻ ദാറ്റ് സെന്റൻസ് അല്ലെ. സോ ബട്ട് വി ഷുഡ് ഗെറ്റ് എ മീനിങ് സെന്റൻസ് അല്ലെ. പക്ഷെ നമുക്കൊരു മീനിങ് സെന്റൻസ് ഇവിടെ കിട്ടും അല്ലെ. So it is called an intransitive verb അല്ലെ. Intransitive verb എന്നാണ് അതിനെ പറയും. Intransitive which is the intransitive verb? What is the intransitive verb in this sentence?
laughed. Laughed അല്ലേ? Laughed. Laughed is the intransitive verb in this sentence. അപ്പോ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഒബ്ജക്റ്റ് ഏതാണെന്ന് ഇവിടെ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? എന്തൊക്കെ പഠിച്ചു? വെർബ് അല്ലെ? വെർബിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? മെയിൻ വെർബും ഓക്സിലറി വെർബും. മെയിൻ വെർബ് എന്നും പഠിച്ചു നമ്മള്, ഓക്സിലറി വെർബ് എന്നും പഠിച്ചു അല്ലെ? ഈ മെയിൻ വെർബിനെ വീണ്ടും നമ്മള് ഡിസ്റ്റിംഗ്വിഷ് ചെയ്തു. ഏതൊക്കെയായിട്ടാണ് ഡിസ്റ്റിംഗ്വിഷ് ചെയ്തത്? ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് എന്ന് അല്ലെ? ഇനി ട്രാൻസിറ്റീവ് വെർബിന്റെ പ്രത്യേകത എന്താ? ഒബ്ജക്റ്റ്, ഒരു ഒബ്ജക്റ്റ് കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് അവിടെ മീനിങ് ആവുള്ളൂ, ആ സെന്റൻസ് കംപ്ലീറ്റ് ആകുള്ളൂ കേട്ടോ. എന്താണ് ടിസി എന്തെങ്കിലും ചോദിക്കാറുണ്ടോ? സംശയം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലെ? അപ്പോ ആ സബ്ജക്റ്റ്, ആ സെന്റൻസിന് മീനിങ് ആകണമെങ്കിൽ എന്ത് വേണം? ഒബ്ജക്റ്റ് ആവശ്യമുണ്ട്. അപ്പോഴാണ് മീനിങ് ആവുള്ളൂ. എന്നാൽ ഇൻട്രാൻസിറ്റീവിന്റെ കാര്യം എന്താ? ഒബ്ജക്റ്റ് ഒന്നും മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ അല്ലെ? അവിടെ എന്ത് കിട്ടിക്കോളും? ആൻസർ അവിടെ കിട്ടിക്കോളും. ആൻസർ അല്ല, മീനിങ് അവിടെ കിട്ടിക്കോളും. മീനിങ് ആയിരിക്കുള്ളൂ അല്ലെ? മീനിങ് ആയിട്ടുള്ളൊരു സെന്റൻസ് മേക്ക് ചെയ്യാൻ നമുക്ക് ഇൻട്രാൻസിറ്റീവ് വെർബില് എന്തിന്റെ ആവശ്യമില്ല? ഒബ്ജക്റ്റിന്റെ ആവശ്യം ഇല്ല. ഓക്കെ ഓക്കെ. ഇനി ഓക്സിലറി വെർബിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. ഓക്സിലറി വെർബ് ഈസ് otherwise known as helping verb അല്ലെ? ഓക്സിലറി വെർബിനെ പറയുന്ന മറ്റൊരു പേരാണ് ഹെൽപ്പിംഗ് വെർബ് അല്ലെ? കേട്ടിട്ടുണ്ടോ? സഹായക്രിയകൾ കേട്ടിട്ടുണ്ട് അല്ലെ? എല്ലാവരും കേട്ടിട്ടുണ്ട്. ഒരു കാര്യമാണ് അതില് ഫങ്ഷൻ, ഗ്രാമാറ്റിക്കൽ മീനിങ് ആണ് അത് ഒരു സെന്റൻസിന്റെ ഒരു ഫങ്ഷന്, ആ ഫങ്ഷനും ഗ്രാമാറ്റിക്കൽ ആയിട്ടുള്ള മീനിങ് ഒക്കെ കൊടുക്കുന്നത് ആര് തന്നെയാണ്? ഈ ഓക്സിലറി വെർബാണ്. ഈ ഓക്സിലറി വെർബിനെ അവിടെ എടുത്ത് മാറ്റി നോക്കട്ടെ. അപ്പൊ എന്ത് സംഭവിക്കും? അപ്പൊ ഞാൻ പറയാണ് ഹി ഈസ് ഹംഗ്രി അല്ലെ? അവിടുത്തെ ഓക്സിലറി വെർബ് ഏതാണ്? സഹായക്രിയ ഏതാണ്? ഈസ് ആണ് അല്ലെ? ആ ഈസിനെ മാറ്റി ഞാൻ അവിടെ മാറ്റിയിട്ട് ഹി ഹംഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് that sentence is functional or a grammatical meaning? Is it correct? No അല്ലേ? That's incorrect sentence അല്ലെ? അപ്പോ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? We should not get rid of that auxiliary verb from that sentence അല്ലെ? ആ സെന്റൻസിൽ നിന്ന് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? എന്ത് ചെയ്യാൻ പറ്റില്ല? ആരെ കളയാനും ഒഴിവാക്കാൻ പറ്റില്ല? ഓക്സിലറി വെർബിന് ഒഴിവാക്കാൻ സാധിക്കില്ല അല്ലെ? അപ്പോ ആ ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഫങ്ഷണലി ആൻഡ് ഗ്രാമാറ്റിക്കലി മീനിങ് കറക്റ്റ് ആകുകയുള്ളൂ. ദാറ്റ് ഇസ് എക്സ്പ്രസ്, ടെൻസ്, ആക്സസ്, മോഡലിറ്റി, വോയിസ്, എംഫസിസ് എക്സെട്ര അല്ലെ? ഒരു സെന്റൻസ് ഫ്രെയിം ചെയ്യാനായിട്ട് സഹായിക്കുന്നു അല്ലെ? അതിന്റെ ഒരു മൊഡാലിറ്റീസ് അനുസരിച്ച്, ഇതിന്റെ ഒരു ആസ്പെക്ട്, അതിന്റെ എന്താണ് ടെൻസ്, കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ഹെൽപ്പിംഗ് വെർബ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലെ? ടെൻസ് അനുസരിച്ച് നമുക്ക് അതിനെ യൂസ് ചെയ്യാൻ പറ്റില്ലേ? ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി സെന്റൻസ് ഫ്രെയിം ചെയ്യാനായിട്ട് അതിന് സാധിക്കും. അതിനെ ഓക്സിലറി വെർബിനെ വീണ്ടും ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നു അല്ലെ? ഓക്സിലറി വെർബ് ഈസ് ഡിസ്റ്റിംഗ്വിഷ്ഡ് ഇൻടു, ഫസ്റ്റ് ഈസ് പ്രൈമറി ആൻഡ് ദ സെക്കൻഡ് ഈസ് മോഡൽസ്. എന്താണ് മൊഡാൽസ്? എന്താണ്? ഓക്സിലറി വെർബിനെ രണ്ടായിട്ട് തരംതിരിച്ചിരുന്നു. ഫസ്റ്റ് ഈസ് പ്രൈമറി. ഞാൻ ഇങ്ങനെയൊക്കെ കേട്ടോ എഴുതണത്. ഇത് പ്രൈമറി എന്നൊക്കെ കേട്ടോ എഴുതിയേക്കണം കേട്ടോ.
കേട്ടാ? ആ കേട്ടു. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, പ്രൈമറി സെക്കൻഡറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടോ എന്റെ കുഞ്ഞുങ്ങളെ? പഠിച്ചിട്ടുണ്ട് മിസ്സേ. പഠിച്ചിട്ടുണ്ട്. അപ്പൊ മക്കളെ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്. എന്റെ കുട്ടികൾക്ക് ഇതൊക്കെ അറിയാന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് കേട്ടോ. ഡാൽസ് അല്ലേ? അപ്പോ ഇതിനെ ഇങ്ങനെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഈ പ്രൈമറിയിൽ വന്ന ആൾക്കാർ ആരൊക്കെയാന്ന് അറിയാമോ? ബി എന്ന് വെച്ചാൽ എന്താ? ഡു, ഹാവ്. ഇതൊക്കെയാണ് നമ്മുടെ പ്രൈമറി സെക്ഷനിൽ വരുന്ന ആൾക്കാർ. ആരൊക്കെയാണ് മക്കളെ? We do have കേട്ടോ. ഇന്നത്തേക്ക് ഇത്രയും പഠിച്ചാ മതി കേട്ടോ. അടുത്ത മൊഡാൽസിനെ കുറിച്ച് ഞാൻ പിന്നെ പറയാം കേട്ടോ. സംസാരിക്കുന്ന ആളുടെ മൂഡ് അനുസരിച്ച് ആണ് മൊഡാൽസ് വരുന്നത്. ആ മൂഡ് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഇതിലൂടെ സാധിക്കും. മൊഡാൽസിലൂടെ ഒരാളുടെ എബിലിറ്റിയെ കാണിക്കാനായിട്ട് ഒക്കെ സഹായിക്കുന്നത് ഈ മൊഡാൽസ് ആണ് കേട്ടോ. ഓക്കെ. പിന്നെ ബിനോയ് റെസ്റ്റ് എടുക്കട്ടോ. മേഡം ഞാൻ പോണേ മേഡം, ഉറങ്ങണം, വയ്യ. ഉറങ്ങണം. മരുന്നൊക്കെ കഴിച്ചോ? മരുന്ന് കഴിച്ചു മേഡം. കഴിച്ചു. അന്ന് പയ്യൻ പോയി കിടന്നുറങ്ങിക്കോളൂ, റെസ്റ്റ് ചെയ്യൂ. ബാക്കി എല്ലാവരൊക്കെ സുഖമായിട്ടിരിക്കണമല്ലോ. ആർക്കും അസുഖങ്ങളോ അങ്ങനെ ഒന്നുമില്ലല്ലോ? സുഖമായിട്ടിരിക്കണമല്ലോ എല്ലാവരും? സുഖമായിട്ടിരിക്കുക കേട്ടോ. മിസ്സിന് എന്നാ പനി തുടങ്ങിയേ? ഒരാഴ്ചയായി ഇപ്പൊ. ഒരാഴ്ച വെച്ചാ ഇല്ല, വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച വ്യാഴം വെള്ളിയൊക്കെ ആയിട്ടാണ് വന്നത്. പിള്ളേർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾക്കും കൂടി അങ്ങോട്ട് പകർന്നു. അത്രേ ഉള്ളൂ. ഹോസ്പിറ്റലൊക്കെ കാണിച്ചു. അപ്പൊ റെസ്റ്റ് എടുക്കാതെ ഉള്ളതാണ് പറഞ്ഞത്. എല്ലാവരും അപ്പൊ വന്നു കഴിഞ്ഞാ പെട്ടെന്ന് അങ്ങോട്ട് മരുന്ന് വാങ്ങിക്കാതെ ഇരിക്കരുത്. മരുന്ന് വാങ്ങിച്ച് കഴിച്ചോളണം കേട്ടോ. പണ്ടത്തെ പനി പോലെ അല്ല കേട്ടോ. ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് വന്നാലും നിങ്ങൾക്ക് വന്നാലും ഉടനെ പോയി മരുന്ന് വാങ്ങിക്കുക ഹോസ്പിറ്റലില് ഡോക്ടറെ കണ്ട്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു മിസ്. Thank you, ma'am. ഓക്കെ, Thank you, teacher. വെൽക്കം.